വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3 മണിക്കൂർ. നിയമാവർത്തന പുസ്തകം 16 അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. ധാന്യവും വീഞ്ഞും ശേഖരിച്ചു കഴിയുമ്പോൾ 7 ദിവസത്തേക്ക് കൂടാര തിരുനാൾ ആചരിക്കണം. ഈ തിരുനാളിൽ നീയും നിൻ്റെ മകനും മകളും ദാസനും ദാസിയും നിൻ്റെ പട്ടണത്തിലെ ലേവ്യനും പരദേശിയും അനാഥരും വിധവകളും സന്തോഷിക്കണം. നിൻ്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് അവിടത്തേക്ക് നീ 7 ദിവസം തിരുനാൾ ആഘോഷിക്കണം. നിൻ്റെ എല്ലാ വിളവുകളിലും പ്രയത്നങ്ങളും നിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും. നീ സന്തോഷപൂരിതനാവുകയും ചെയ്യും. ആണ്ടിൽ 3 പ്രാവശ്യം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിലും ആഴ്ചകളുടെ തിരുനാളുകളിലും കൂടാര തിരുനാളിലും നിൻ്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് പുരുഷന്മാരെല്ലാവരും സമ്മേളിക്കണം. അവർ കർത്താവിൻ്റെ മുൻപിൽ വെറും കൈയോടെ വരരുത്. നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊത്ത വിധം ഓരോരുത്തരും കഴിവനുസരിച്ച് കാഴ്ചകൾ സമർപ്പിക്കണം. പ്രിയമുള്ളവരെ, തിരുനാളുകളെ കൂടാതെ തിരുനാളും മറ്റു തിരുനാളുകളെയും കുറിച്ചുള്ള വിവരണങ്ങളാണ് ഇന്ന് തിരുവചനം നമുക്ക് തരിക. പഴയ നിയമകാലത്ത് മകനും മകളും ദാസിയും ദാസനും അനാഥരും വിധവകളും ഒക്കെ സന്തോഷിക്കുന്ന ദിനമാണ് തിരുനാൾ. വിളവെടുപ്പ് കഴിഞ്ഞ് അവരുടെ വിളവെടുപ്പിൻ്റെ ആ സന്തോഷത്തിൽ അത് ദൈവമായ കർത്താവുമായി പങ്കുവെച്ച്, അത് തൻ്റെ സ്വന്തം സഹോദരങ്ങളുമായി പങ്കുവെച്ച്, തൻ്റെ പ്രിയപ്പെട്ടവരും വേദനിക്കുന്നവരും കഷ്ടപ്പെടുന്നവരുമായി പങ്കുവെച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒന്നു ചേർന്ന് സന്തോഷിക്കേണ്ട ദിനത്തെയാണ് തിരുനാൾ എന്നിവിടെ വിശേഷിപ്പിക്കുക. ഇന്ന് നമ്മുടെ തിരുനാൾ ഈ വിധത്തിൽ സന്തോഷപൂർണ്ണമായി പോകുന്നുണ്ടോ? കുറേ വെടിയും പടക്കവും ആഭരണങ്ങളും ഒക്കെ ആയിട്ട് ഓടിച്ചെന്ന് കൊടിയേറ്റിൻ്റെ സമയമാകുമ്പോൾ ഓടി ദേവാലയത്തിൽ ചെല്ലും. ആ ചടങ്ങ് കഴിയും, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അതിനകത്തുണ്ടാവും. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചും പോരും. ഇങ്ങനെ തീർന്നു പോകുന്ന തിരുനാളുകളായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളൊരു തിരുനാൾ ആ ദേശത്തിൻ്റെ തന്നെ ഉത്സവ സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. അവിടെ വേദനിക്കുന്നവരെയും ഭാരപ്പെടുന്നവരെയും അനാഥരെയും വിധവകളെയും ഒക്കെ പരിഗണിക്കാൻ കൂടി ആ തിരുനാളുകൾ ഉപകരിക്കപ്പെടണം നമ്മുടേത്. അതുപോലെ തന്നെ കഴിഞ്ഞ തലമുറകൾ വരെ ഈ കെട്ടിച്ചുവിട്ട മക്കളും പെങ്ങാന്മാരും അങ്ങനെയുള്ള എല്ലാവരും കൂടെ ഒന്നിച്ച് അവനവൻ്റെ ഭവനത്തിൽ കൂടുമായിരുന്നു. ഇന്ന് നമുക്കതും നഷ്ടപ്പെട്ടു. അവനവൻ തന്നെ പോകുന്നു, വരുന്നു, തീരുന്നു. ആ വിധത്തിലേക്ക് സ്വാർത്ഥവൽക്കരിക്കപ്പെട്ടു പോവുകയാണ് നമ്മുടെ തിരുനാളുകൾ എന്ന് നമുക്ക് ആണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആണെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി സന്തോഷിക്കേണ്ട ദിനമായി തിരുനാളുകളെ മാറ്റാൻ നമുക്ക് പരിശ്രമിക്കണം. ചുരുക്കത്തിൽ നമ്മുടെ സ്വന്തം മക്കളെ കെട്ടിച്ചു വിട്ടവരെ അവരെ വിളിക്കണം. നമ്മുടെ അപ്പൻ്റെ പെങ്ങാന്മാരെ കെട്ടിച്ചു വിട്ടവർ അവരെ വിളിക്കണം. എല്ലാവരും കൂടി ഒന്നിച്ച് സന്തോഷത്തോടെ ഏതാനും ദിനമെങ്കിലും നമ്മുടെ വീട്ടിൽ ഒന്നിച്ചുകൂടി ഭക്ഷിച്ച് പാനം ചെയ്ത് ദൈവസന്നിധിയിൽ എല്ലാവരും കൂടെ പോയി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ പിരിയുന്ന ഒരന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ നമുക്കൊരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.